നിങ്ങളുടെ സ്നേഹവും സമയവും എനർജിയും ഒക്കെ നിങ്ങൾ അവർക്ക് നൽകി. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ അവരെന്താണ് തിരിച്ചു നൽകിയെന്ന് പറയാമോ? മൗനം അല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാഥാർത്ഥ്യം പറയട്ടെ, ചില ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടോ നിങ്ങളെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. സത്യത്തിൽ ആ സ്നേഹത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥതയല്ല, സ്വാർത്ഥതയാണ്. അവർ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട്, ആരും സഹായത്തിനില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ അവരെ സഹായിച്ചതുകൊണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് നിർത്തിയാൽ എല്ലാത്തിനും ഒരു ബൗണ്ടറി, ഒരതിര് വെച്ച് നോക്കൂ. പിന്നെ മഷിയിട്ട് നോക്കിയാലും അവരെ കണ്ടെത്താനാവില്ല. സങ്കടങ്ങളുടെ കൊടുംവെയിലിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വാടി നിന്നപ്പോ തണലായത് നിങ്ങളായിരുന്നു, വെള്ളം ഒഴിച്ചത് നിങ്ങളായിരുന്നു. അവരുടെ സങ്കടങ്ങളിൽ കരുത്ത് പകർന്നവരാണ് നിങ്ങൾ. തനിച്ചായപ്പോ നിങ്ങളുടെ ചുമലുകളിൽ ചാഞ്ഞായിരിക്കും അവർ ആശ്വാസം കണ്ടെത്തിയത്. എന്നിട്ടും നിങ്ങൾ തനിച്ചായപ്പോ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർ ഓടിയെത്തിയോ? നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? വിഷമിക്കേണ്ട, എന്ത് പ്രശ്നമായാലും നമുക്ക് ശരിയാക്കാമെന്നേ എന്നു പറയാൻ ആരെങ്കിലും ഓടി വന്നോ? ഇല്ലല്ലോ. ആ ഒരു മൗനമാണ് നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ സമയവും എനർജിയും സ്നേഹവും ഒന്നും ആർക്കും അങ്ങനെ വെറുതെ കൊടുക്കേണ്ട ഒന്നല്ല, അത് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നിഴല് പോലെ ജീവിക്കുന്ന, നിങ്ങളോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ സ്വയം നിങ്ങൾ ഉരുകിത്തീരേണ്ട ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും വലിച്ചെറിഞ്ഞു കളയാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. എങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ബുദ്ധിപരമായി മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ വിലയറിയാത്ത മനുഷ്യർക്ക് പിന്നെ സ്നേഹം യാചിച്ചു പോകരുത്. ഇന്നു മുതൽ, ഈ പുതിയ വർഷം മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. എന്നെ മനസ്സിലാക്കാത്തവർക്ക് പിന്നാലെ, എന്റെ വില അറിയാത്തവർക്ക് പിന്നാലെ, അവരുടെ ഒരു വാക്കിനു വേണ്ടിയോ, ഒരു പുഞ്ചിരിക്ക് വേണ്ടിയോ, സ്നേഹത്തിന് വേണ്ടിയോ, ഒരു മെസ്സേജിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിന് വേണ്ടിയോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കാത്തവരെ ഞാനും ഇനി ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുണക്കുവാനുള്ള മരുന്നുകൾ നിങ്ങളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. ആ കഴിവുകളെ നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കാതെ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്നും അകന്നു പോയവരെ ഇതേ കണ്ടോളൂ, ഞാനിപ്പോ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ പുതുവർഷം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാ മേഖലകളിലും ഉയർച്ചകളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.